ഹായ്, ഞാനിവിടെ ജർമ്മനിയിൽ 2023 മാർച്ച് 7-ാം തീയതി വൈകുന്നേരം നാട്ടിൽ നിന്ന് കയറി 8-ാം തീയതി രാവിലെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഏജൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടുവന്ന് എൻ്റെ ഹോസ്പിറ്റലാക്കി. അന്നത്തെ ദിവസം അവിടെ കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തു. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോയി അവരെ മീറ്റ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് വൈകുന്നേരം ആയപ്പം വാട്സപ്പിൽ ഒരു മെസ്സേജ്, ഒരു അഡ്രസ്സും വന്നു. ഇവിടെ പോയിട്ട് B2ൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും അറ്റസ്റ്റ് ചെയ്ത് വരണം, അന്നെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസിന് അയക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ അഡ്രസ്സ് ഒന്ന് ഇത് എങ്ങനെ പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരി എനിക്കാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് ടെർമിൻ എടുക്കണം. ഇവിടെ വന്ന സമയത്ത് ഇവർ സംസാരിക്കുന്ന ജർമ്മനാണോ, ഞാൻ പഠിച്ചിട്ട് വന്നത് ജർമ്മനാണോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. ഇവർ സംസാരിക്കുന്ന ഒന്നും മനസ്സിലാവാത്ത ഒരവസ്ഥയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് പിറ്റേന്ന് ഒരു അഡ്രസ്സ് മാത്രം, എൻ്റെ കൂട്ടത്തിൽ വരാൻ ആരുമില്ല, എനിക്കവിടെ പോയൊരു പരിചയമില്ല. ആകെ ഒരു തവണ കടയിൽ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മേടിച്ചൊരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം ഞാൻ എല്ലാ ടെൻഷനും അടിച്ചു പോയി. കാരണം അപ്പോൾ വിചാരിക്കും ഗൂഗിളിൽ ഇട്ട് നോക്കിയാൽ എവിടെ കിട്ടുന്നത്. എനിക്ക് ഗൂഗിളും ഇല്ല, മീൻസ് എനിക്ക് സിം എടുത്തിട്ടില്ല, നെറ്റില്ലാത്തതുകൊണ്ട് എങ്ങനെ പോകണമെന്നോ, അല്ലെങ്കിൽ ഈ അഡ്രസ്സ് ഗൂഗിളിൽ അടിച്ച് നേരെ നോക്കി നടന്നു കഴിഞ്ഞാൽ അഡ്രസ്സിലെത്തുന്ന അറിയും. നെറ്റില്ല, നെറ്റിന് വേണ്ടിയിട്ട് സിമ്മിന് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, സിം വന്നിട്ടില്ല, റൂമിനുള്ളിൽ വൈഫൈ കണക്ഷൻ മാത്രമേ ഉള്ളൂ. അവസാനം എന്ത് ചെയ്തു, ഒരു ചെറിയ പേപ്പറിൽ എൻ്റെ ഒരു ഫ്രണ്ട് വരച്ച് തന്നിട്ട് വഴി പറഞ്ഞു തന്നു, ഇങ്ങനെ പോയിട്ട് അങ്ങനെ ചെയ്യണം. അവിടെ നിന്നൊരു 2 കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു. കാട്ടിലും മേട്ടിലും കൂടെയൊക്കെ കയറിയിട്ട് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ വന്ന സമയത്ത് ഇവിടെ അന്നത്തെ ദിവസം ഇവിടെ മഞ്ഞുപെയ്ത്തായതുകൊണ്ട് ഇതിലേക്കൂടെ വണ്ടിയൊക്കെ കയറി ഇവിടുത്തെ വഴി അളിഞ്ഞു പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. ഒരു കണക്കിന് ഞാൻ കണ്ടുപിടിച്ച്, എനിക്കതല്ലാതെ വേറെ അവസ്ഥയൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് അവിടെ എത്തി തന്ന റൂട്ട് മാപ്പൊക്കെ നോക്കി പോയി. എന്തായാലും ആളെ കണ്ട് എന്തോ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ദൈവഭാഗ്യം പോലെ ഒരു മനുഷ്യനെ വെളിയിൽ കണ്ടു. ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ എനിക്ക് ജർമ്മനും അറിയില്ല. പുള്ളിക്കാരൻ എന്തോ ഭാഗ്യത്തിന് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമായിരുന്നു. അവിടുന്ന് സംസാരിച്ചു. തന്ന വഴിയിൽ എന്തായാലും ഞാൻ എത്തിപ്പെട്ടു, അറ്റസ്റ്റ് ചെയ്ത് തിരിച്ചു വന്നു. അന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ടല്ലോ, ഇവിടെ എങ്ങനെയായാലും ജീവിച്ചു, ആവശ്യമുണ്ടെങ്കിൽ എന്തും തപ്പിപ്പിടിച്ച് നമ്മൾ പോകും എന്ന് തോന്നിയൊരു തോന്നലുണ്ട്. ആ തോന്നലിൽ ഇപ്പോഴും ജീവിക്കുന്നത്. ഇതായിരുന്നു കിട്ടിയ റൂട്ട് മാപ്പ്. ഈ റൂട്ട് മാപ്പ് വെച്ചിട്ടാണ് ഞാൻ ആ സ്ഥലം വരെ എത്തിയത്.